ചേച്ചി സൂപ്പർ ചാറ്റ് നോക്ക്. കണ്ടോ അഷ്ടോമയെ കണ്ടോ മനക്കം? ഒന്ന് പോയടി. നീ അതിൽ കൂടുതൽ വിളയല്ലേ മോളെ. ഒരുത്തി ഇപ്പൊ കരഞ്ഞുകൊണ്ട് കുത്തിയിരിക്കുന്നത് കണ്ടല്ലോ. അല്ലല്ല അവന് ഞാൻ മറുപടി കൊടുക്കാം. കരഞ്ഞുകൊണ്ട് കുത്തിയിരിക്കുന്നത് കണ്ടല്ലോ. ഒന്ന് പോയ മോനെ 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 ചേച്ചി പറഞ്ഞുതരാം. ഇപ്പോൾ കാര്യമായിട്ട് പറഞ്ഞുതരാം. ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. തൊപ്പിയെ പറ്റി ഞാൻ എന്താണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് വരെ ഞാൻ ലൈവ് തുടങ്ങിയത് 2020, ഓൾമോസ്റ്റ് ഇപ്പം 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞു ഞാൻ ലൈവ് തുടങ്ങിയിട്ട്. ഞാൻ ഇന്നും ഇന്നലെയും വന്നിട്ട് ഇപ്പം പറഞ്ഞല്ലോ വെളയിലെ മോളെ ഇപ്പോൾ ഒരുത്തി കുത്തി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ. ഞാൻ ഇവിടെ വന്ന് എൻ്റെ കാര്യം നോക്കി പ്രോപ്പറായിട്ട് RP കളിച്ചിട്ട് എൻ്റെ കാര്യം നോക്കി ഇരിക്കുന്ന ഒരുത്തിയാണ്. എൻ്റെ തോളിലെങ്ങാണ് കയറാൻ വന്നു കഴിഞ്ഞാൽ കേട്ടല്ലോ. ഞാൻ ആരെ പറ്റി ഇവിടെ ഇരുന്ന് ഒരു അപരാധവും പറയത്തില്ല. ഒരപരാധവും പറയാൻ ഞാൻ ഇതുവരെ പോയിട്ടുമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യവും വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരുത്തനെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടോ വേറൊരുത്തിയെ മറ്റെടുത്ത് പോയിരുന്ന് പറഞ്ഞിട്ടോ ഉണ്ടാക്കുന്ന ഹൈപ്പ് ഒന്നും തൊട്ട് എനിക്ക് വേണ്ടതാനും. അങ്ങനെ ഉണ്ടാക്കുന്നവർ കാണും. നീയൊക്കെ അവൻ്റെ ചാറ്റിൽ പോയി ഇത് ഈ തെറി വിളിച്ചാൽ മതി കേട്ടോ. എൻ്റെ ചാറ്റിനകത്ത് വന്ന് കുണയ്ക്കാൻ നിൽക്കേണ്ട. ആരുടെയും ഒന്നും കൊണ്ട് ഞാൻ ഒരുത്തനെ അപരാധം പറഞ്ഞ് നെഗറ്റീവ് ആക്കി നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു കോപ്പിലൂടെ ഒന്നും അല്ല ഞാൻ കയറി വന്നത്. അത് നീയൊക്കെ എൻ്റെ പണ്ട് മുതലേ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. ഇപ്പം കയറി വരുന്ന എല്ലാത്തിനും നിനക്കൊക്കെ ഓരോ റീസൺസ് കാണും. നമ്മളൊക്കെ പണ്ട് തൊട്ട് ഇവിടെ കിടന്ന് ഓരോന്ന് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ നീയൊക്കെ പറയുന്നത് പോലെ വല്ലവനെയൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മളങ്ങ് കയറി പോകത്തുള്ളൂ. അതൊക്കെ ഇപ്പോഴാണ് കയറി വന്നത്. അതിനൊക്കെ മുമ്പ് നമ്മൾ ചെയ്തു വന്നതാണ് ഈ ലൈവ്. ഈ കിടന്ന് അവരാതും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ലൈവ് ചെയ്ത് തുടങ്ങിയതാണ്. അവൻ്റെയൊക്കെ തൊപ്പിയെ പറഞ്ഞു. ഞാൻ ആരെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടില്ല. ഞാനോട്ട് പറയാനും പോകുന്നില്ല. എനിക്ക് തൊപ്പി എന്ന് പറയുന്ന ആളും ഈ പറഞ്ഞ വേറെ ഒരു വ്യക്തികളും ഒരു ദ്രോഹവും ചെയ്യാത്തടത്തോളം എനിക്ക് ഒരുത്തനെ പറ്റി ഇവിടെ വന്നിരുന്ന അപരാധം പറയേണ്ട ആവശ്യമില്ല. കേട്ടല്ലോ. പിന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഈ ചാറ്റിൽ കിടന്ന് കുടയടിച്ചു കഴിഞ്ഞാൽ നിന്റെ തന്തയ്ക്കും തളയ്ക്കും കേട്ടിട്ടേ പോകത്തുള്ളൂ. അത് കേട്ടോണ്ടിരിക്കാൻ ഞാൻ ഒട്ടും അത് ആഗ്രഹിക്കുന്നതുമില്ല. ഞാനത് കേട്ടോണ്ടിരിക്കത്തതുമില്ല. ഇന്ന് വരെ ഞാൻ ഇവിടെ ഇരുന്ന് ആരെയും പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഡീസൻ്റ് ആയിട്ട് സ്ട്രീം ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് നിൽക്കുന്നത്. അവൻ്റെയൊക്കെ കോപ്പിലെ സംസാരം. പിന്നെ നീ ഇപ്പം ഈ വിളിച്ച തെറി നിന്നെ തള്ളേ പോയി വിളിച്ചാൽ മതി. എന്നെ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇവർ തല്ലുണ്ടാക്കാൻ നോക്കുക എന്നിട്ട് വേണം ഇവനൊക്കെ തൊപ്പിയുടെ ചാറ്റിൽ നേരെ തിരിച്ച് പറയാം. എനിക്കറിയാലോടാ. എടാ ഞാനൊരു കാര്യം പറയണം. നമ്മളെല്ലാവരും ചോറല്ലേ തിന്നുന്നത്. നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ. എല്ലാ പ്രശ്നങ്ങളൊന്നും ഞാൻ അറിയുന്നില്ലെങ്കിലും അങ്ങും ആരെങ്കിലുമൊക്കെ പറഞ്ഞാണെങ്കിലും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഞാൻ ഇതിനെല്ലാം പോയി മറ്റേ ഇതിരുന്ന് കാണിയോ ഇല്ലെങ്കിൽ ഇന്നലെ ഇന്നവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായി, എനിക്കിതിനെ പറ്റി 10 പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വരെ ഒരു ലൈവ് ഇട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കോപ്പിലെ വ്യൂസും എനിക്കൊട്ട് വേണ്ടാതാനും. അങ്ങോട്ടും ഇങ്ങോട്ട് അടുപ്പിക്കാൻ നോക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ RP കളിച്ച് അത് പുറത്ത് കൊണ്ടുവന്ന് അടി ഉണ്ടാക്കുന്ന ടീം വേറെയുണ്ട്. അതും ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രോപ്പറായിട്ട് RP കളിക്കാൻ അറിഞ്ഞാൽ മതി. അന്നേരം ഈ പ്രശ്നം തീരും. RP കളിക്കാൻ പ്രോപ്പറായിട്ട് അറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പം നടക്കുന്നതൊക്കെ. അത് നിങ്ങൾ തന്നെ അത് കാണുന്ന വ്യൂവേഴ്സിന് അറിയാമല്ലോ. ഇത് RP വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന വ്യൂവേഴ്സിന് അറിയാം. ഇന്നലെ ഇന്നും കയറി വരുന്നവരെ പറ്റി എനിക്കറിയത്തില്ല. വർഷങ്ങളായിട്ട് കയറി വരുന്നവർക്കറിയാം RP പ്രോപ്പറായിട്ട് കളിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ എന്നുള്ള കാര്യം.